എല്ലാവരും കണ്ടിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ നേവിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പോകുന്നവരാണെങ്കിലും എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിലും ഒരുപാട് പേർക്ക് ഇപ്പോൾ ആശങ്ക കുഴപ്പങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചതാണ്. നിരവധി മെസ്സേജുകളാണ് അദ്ദേഹം അയച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്ക് SSR മെഡിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. അതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ബയോസയൻസ് ആണ് എടുത്ത് പഠിച്ചത്, നല്ല പെർസെൻറ്റേജ് ഉണ്ട്, എന്നിട്ടും അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. പ്രധാനമായിട്ടും നേവിന്റെ ആ ഒരു കാര്യം മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്ക് സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നതും അതിന്റെ എക്സാം നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്മിറ്റ് കാർഡ് വന്നു എന്നൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു എക്സാം അടക്കം ഇപ്പോൾ ക്യാൻസൽ അല്ല, പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു മെസ്സേജ് ഉദ്യോഗാർത്ഥികൾക്ക് ഇന്നലെ മുതൽ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അതിന്റെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ടാവും. സംഭവം വളരെ ചുരുക്കി പറയാം, ഇന്ത്യൻ നേവിന്റെ എല്ലാ പ്രൊസീജിയറും തൽക്കാലം ഒന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. ഡ്യൂ ടു അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ തന്നെ ടെക്നിക്കൽ റീസൺ ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഡിഫൻസ് ഫീൽഡാണ്, നമുക്ക് എല്ലാ ഡാറ്റയും ആക്സസബിൾ അല്ല. അപ്പോൾ അവിടെയുള്ള പ്രത്യേക കാരണങ്ങൾ കൊണ്ട് നമുക്ക് തൽക്കാലം അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, തൽക്കാലം അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അത് ഉടനെ തുറന്ന് നമുക്ക് തരുന്നതായിരിക്കും. പാനിക് ആവേണ്ടയോ ടെൻഷൻ ആവേണ്ടയോ യാതൊരു കാര്യവും ഇല്ല. നമുക്കറിയാം, നല്ല ബുദ്ധിമുട്ടുണ്ട് എക്സാം ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട്. ലോങ്ങിലായിരിക്കും നമുക്ക് എക്സാം സെന്റർ കിട്ടുക. റെയിൽവേ ടിക്കറ്റ്, ബസ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ഒരുപാട് പേര് നിൽക്കുന്നുണ്ടാവും. നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഞാൻ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു എക്സാം ആയിരുന്നു, ഇന്ത്യൻ നേവിയുടെ എക്സാം ആയിരുന്നു. ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ്, നമ്മുടെ സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ് ആദ്യമായിട്ട് എഴുതാൻ പോകുന്നതായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ അതിനു വേണ്ടി പോകാൻ വേണ്ടി കഴിഞ്ഞു. ട്രെയിനിൽ കയറുന്നതിന് മുൻപാണ് എനിക്ക് വന്ന മെസ്സേജാണ് ഞാനിവിടെ കാണിച്ചത്. നല്ല ബുദ്ധിമുട്ട് ഞാനും നേരിട്ടു. അപ്പോൾ ഈ ഒരു ഫീൽഡ് ഇങ്ങനെയാണ്, ഒരുപാട് കഷ്ടപ്പെട്ട്. നമ്മുടെ വഴി എപ്പോഴും പൂവിരിച്ച് കിടക്കുന്ന പരവതാനി പോലെ നല്ല വഴിയായിരിക്കില്ല. കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ. അത് നമ്മളിപ്പോൾ ആ ഒരു സർവീസിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇത് തൽക്കാലത്തേക്ക് പോസ് ചെയ്ത് വെച്ചതാണ്. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങുന്നതായിരിക്കും. ഈ എക്സാം ഉൾപ്പെടെ നമ്മുടെ നേവിയുടെ എക്സാം ആയാലും അതുപോലെ തന്നെ SSRന്റെ അസിസ്റ്റന്റ് പോസ്റ്റ്, മെഡിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റ് ആയാലും എല്ലാം ഉടനെ തന്നെ റീഓപ്പൺ ചെയ്യും. തൽക്കാലം അത് ക്ലോസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ.